ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു. നിന്റെ മുടിയിഴകളെ തലവടാൻ ഈ ചീപ്പിനൊപ്പം എന്റെ കൈകളും കൊതിക്കും. വാൽക്കണ്ണാടി ഓക്കെ. നീ അതിങ്ങോട്ട് നമ്മുടെ മനോഹരമായ നിമിഷങ്ങൾ എഴുതി വെക്കാൻ ഡയറി നിർത്തുന്നു. ഓക്കെ, എല്ലാത്തിനും പൂവുണ്ട് കേട്ടോ. ഉണ്ട് കുഞ്ഞു പാദങ്ങൾക്ക് എന്നും ചൂട് സുഖവും നൽകാൻ. സോക്സ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ തമ്പനെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ കുറച്ച് കൂടുതൽ ഗിഫ്റ്റുകളുടെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ ബർത്ത്ഡേക്ക് വീഡിയോ എടുത്തപ്പോൾ നമുക്ക് അതെല്ലാം ക്ലിയർ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് അത് എന്തൊക്കെയാണ് എന്നുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടി പുള്ളിക്കാരൻ എൻ്റെ ഗിഫ്റ്റുമേ ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണ് ഓരോ ഗിഫ്റ്റ് തന്നത്. അപ്പം ഞാനതിൽ ഓരോ നോട്ട് ഞാൻ വായിച്ചു തരാം. അപ്പം നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന്? ഗസ് ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യത്തേത് വായിക്കുവാണേ. ആദ്യത്തേത് എഴുതിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതിൽ കാണാം, അതാണ് നീ. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ്. അതൊരു കണ്ണാടിയാണ്. ഓക്കെ, അടുത്തത് മഴയത്തും വെയിലത്തും നിനക്ക് തണലായി ഞാനുണ്ടാകും. നമുക്ക് തുറന്നു നോക്കാം. അടുത്തത് നിന്റെ മൃദുവായ കൈകൾ എന്നും സോഫ്റ്റ് ആയിരിക്കാൻ. ഇതൊരു ഹാൻഡ് വാഷും ഹാൻഡ് ക്രീമും. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ അപ്പോൾ തന്നെ ഫോട്ടോകളാക്കി മാറ്റാൻ. ഇതൊരു കുഞ്ഞു മിനി പ്രിൻ്ററാണേ. ഒരു കുഞ്ഞു മിനി പ്രിൻ്റർ. അടുത്തത് ജീവിതത്തിലെ മധുര നിമിഷങ്ങൾക്കായി. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ്സ്. നിന്റെ കുഞ്ഞു കൈകളുടെ സംരക്ഷണത്തിന്. നിന്റെ മുടിയിഴകളെ തലോടാൻ ഈ ചീപ്പിനൊപ്പം എൻ്റെ കൈകളും കുതിക്കുന്നു. നല്ല രസമുള്ള ചീപ്പാണ്. ഓക്കെ, ഉണ്ടോ? ചീപ്പ് മാത്രമല്ല കേട്ടോ, ഇതിനകത്തൊരു കുഞ്ഞി കണ്ണാടി കൂടെ ഉണ്ട്. നമ്മുടെ പ്രണയം പോലെ ചൂടുള്ള ഒരു കപ്പ് കാപ്പി കുടിക്കാൻ. എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല കളറാണല്ലേ. എൻ്റെ ഏറ്റവും വലിയ നിധിയായ നിനക്ക് നിന്റെ കുഞ്ഞു നിധികൾ സൂക്ഷിക്കാം. ഇതൊരു കുഞ്ഞു ജുവൽ ബോക്സ് ആണേ. നമുക്ക് തുറന്നു നോക്കാം. നിന്റെ ചിരി എന്നും തിളക്കമുള്ളതായിരിക്കട്ടെ. ഇത് കുഞ്ഞു കമ്മലാണേ. രണ്ട് കുഞ്ഞു കമ്മലുകളാണേ. നിന്റെ കുഞ്ഞു പാദങ്ങൾക്ക് എന്നും ചൂടും സുഖവും നൽകാൻ. നോക്കട്ടെ. സോക്സ് കുറേ ഉണ്ടേ, 3 എണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ, നിന്റെ ചർമ്മം എന്നും നിന്നെ പോലെ സുന്ദരമായിരിക്കട്ടെ. ഇതിനകത്ത് എന്തൊക്കെയാണോ നോക്കാതെ. ഇത് ദ ഓർഡിനറി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എന്തൊക്കെയൊക്കെയോ ആണ്. നമുക്ക് നോക്കാം. ഇതൊരു ക്ലെൻസർ ഉണ്ട്. ഇതൊരു സെറമാണ്.
ഇതൊരു ടോണർ, ഇതൊരു മോയ്സ്ചറൈസർ. നമ്മുടെ വരാനിരിക്കുന്ന നല്ല ഓർമ്മകൾ കൊണ്ട് ഈ ആൽബം നിറയട്ടെ. ഇതൊരു കുഞ്ഞ് ആൽബമാണ്. ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ഒരു പ്രിൻ്റർ കാണിച്ചില്ല, അപ്പോൾ അതിനകത്ത് നിന്ന് അത് പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം. പിന്നെ ഇത് എൻ്റെ കുഞ്ഞിലെ കുറേ ഫോട്ടോസൊക്കെ ഉള്ള ഒരു ആൽബമാണ്. ഇതൊക്കെ കാണാൻ നിന്നാൽ നിങ്ങൾ ബോറടിക്കാതുകൊണ്ട് വേണ്ട. നമ്മുടെ സ്വപ്നക്കൂടിൻ്റെ താക്കോൽ എന്നും നിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കട്ടെ. ഇതൊരു കുഞ്ഞു കീച്ചെയിനാണേ, കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? നിന്റെ പുഞ്ചിരിക്കൊപ്പം ഇവ കൂടി തിളങ്ങട്ടെ. ഒരു ലിപ്സ്റ്റിക്കും ഒരു ലിപ് ബാമും. നീ എന്നും സമയത്ത് ഭക്ഷണം കഴിക്കണം എൻ്റെ സമാധാനത്തിന്. ഒരു കുഞ്ഞു ടിഫിൻ ബോക്സ്, എനിക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ. നിന്റെ വിരലുകൾക്ക് അഴകേകാൻ ഒരു കുഞ്ഞു നിറം. കുഞ്ഞു നിറം എന്ന് പറഞ്ഞിട്ട് കുറേ നിറമുണ്ട് കേട്ടോ. നമുക്ക് നെയിൽസൊക്കെ ഉണ്ട്. നിന്റെ കുഞ്ഞു വിരലുകൾ കൂടുതൽ ഭംഗി കൂട്ടാൻ. ഇതൊരു നെയിൽ കട്ടറിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്, കാണാമോ? നമ്മുടെ മനോഹരമായ നിമിഷങ്ങൾ എഴുതി വയ്ക്കാൻ. ഇതിനകത്തൊരു ഡയറി, ഡയറി മാത്രമല്ല കേട്ടോ, പേനായുണ്ട്. നോക്ക്, ഓഫീസിലേക്ക് ഇനി ഒരു പുതിയ ബുക്ക്. ഇതൊരു ബാഗാണേ, ഇതാ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. ഇത് ധരിക്കുമ്പോൾ നീ കൂടുതൽ സുന്ദരിയായിരിക്കും, എനിക്കുറപ്പാണ്. ഇത് 2-3 ഡ്രസ്സാണ്. ഡ്രസ് മീൻസ് ഇതൊരു ഷർട്ട്, ഉണ്ടോ? സെയിം, വേറെ 2 കളർ കൂടെ. മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന നിന്റെ കാലുകൾക്ക് അല്പം വിശ്രമം. ഇതൊരു ഫുഡ് മാസ്ക് ആണ് കേട്ടോ. നമുക്ക് നൈറ്റിൽ കാലിലൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങാം, സുഖമായിരിക്കും. ഈ ഫ്രെയിമിലെ പോലെ നമ്മുടെ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. കാണാവോ? ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇച്ചാപ്പിനെ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് എവിടെയോ പോയപ്പം ആദ്യമായിട്ട് എടുത്തൊരു പിക്കാണിത്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിനക്ക് അല്പം ആശ്വാസം നൽകാൻ. ഇത് മറ്റേ നമ്മുടെ ഒരു ഫേസ് മാസ്ക്, ഒന്നല്ല 2 ഫേസ് മാസ്ക്. നിന്റെ മനോഹരമായ മുടിയിഴകൾക്കായി. ഇത് മറ്റൊരു സെറ്റിംഗ് സ്പ്രേ ആണേ. നിന്റെ യാത്രകളിൽ നിനക്ക് കൂട്ടായി ഇതുകൂടെ ഉണ്ടാകട്ടെ. ഇത് ഒരു ഷൂ ഉണ്ട്. കാണാവോ? ജോലി തിരക്കുകളിൽ നിനക്ക് സുഖകരമായ കൂട്ടിന്. ഷൂ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നതാണ്. നമ്മുടെ ഒരുമിച്ചുള്ള നടത്തങ്ങളിൽ നിനക്ക് കൂട്ടായി. വീണ്ടും ഒരു ഷൂ, ഒരു ബൂട്ട്. എൻ്റെ ഓൾറെഡി ബൂട്ട് ചീത്തയായിരുന്നു, അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു ബൂട്ട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അത് എനിക്ക് കിട്ടി. നിന്റെ പുതിയ യാത്രകൾക്ക് സ്റ്റൈലിഷായൊരു കൂട്ട്. 2 ബാഗുണ്ട്. കാണിക്കൂല,
ഇത് നമ്മുടെ ചബി തന്നതിൻ്റെ ലാസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ. നമുക്ക് നോക്കാം. നീ അരികിലില്ലാത്തപ്പോഴും നിന്റെ ഓർമ്മകൾ എൻ്റെ കൂടെ ഉണ്ടാകാൻ. ഇതൊരു സ്പ്രേ ആണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ മണം നോക്കിയായിരുന്നു കേട്ടോ. നല്ല രസം, നല്ലോണം. ഇതിൻ്റെ പാക്കിങ് ഒക്കെ നല്ല രസമല്ലേ കാണാൻ. ഇതെനിക്ക് എൻ്റെ ഇവിടുത്തെ ചേച്ചിമാർ തന്ന ഗിഫ്റ്റ് കേട്ടോ. അവരെന്നെ ഉണ്ടോ. ഇനി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. എൻ്റെ കുഞ്ഞാപ്പിയുടെ കേട്ടോ. എൻ്റെ കുഞ്ഞാപ്പിനെ കൊണ്ട് ചുണ്ടയിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇടിച്ച് ഉമ്മയൊക്കെ വെപ്പിച്ചേക്കുക. ഇതിനകത്ത് ഈ QR കോഡ് ഒരു കുഞ്ഞാപ്പി എനിക്ക് പറയണ ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതല്ലേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം അകം ജർമ്മനി.